നമസ്കാരം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും ഒരു ആൾക്കൂട്ടത്തിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ രാപൂരിൽ ഒരു മുസ്ലിം യുവാവ് ബീഫിനെ കുറിച്ച് സംസാരിച്ചു എന്നാരോപിച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ട വാർത്ത സാംസ്കാരിക കേരളത്തെയും അതുപോലെ തന്നെ ലോകത്തെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ സമകാലിക ഇന്ത്യയിൽ ഇത്തരം വാർത്തകൾ പതിവ് സംഭവങ്ങളായി മാറിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ദാദ്രിയിലെ മുഹമ്മദ് അഖ്ലാഖ് മുതൽ രാപൂരിലെ ഈ യുവാവ് വരെ നീളുന്ന ആൾക്കൂട്ട ആക്രമണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ പ്രശ്നം ഭക്ഷണശീലങ്ങളൊന്നുമല്ല, മറിച്ച് ഇരയാക്കപ്പെടുന്നവന്റെ മതം തന്നെയാണ്. BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യയിൽ വളർന്നുവെന്ന വിദ്വേഷ രാഷ്ട്രീയം ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് വളമിട്ട് നൽകിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പശുവിന്റെ പേരും ഭക്ഷണത്തിന്റെ പേരും പറഞ്ഞ് ഒരു പ്രത്യേക സമുദായത്തെ വേട്ടയാടുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ആയുധമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. നിയമം കയ്യിലെടുക്കുന്ന ആൾക്കൂട്ടത്തിന് ഭരണകൂടം നൽകുന്ന പരോക്ഷമായ പിന്തുണ ഇത്തരം ആക്രമികളെ കൂടുതൽ ധീരരാക്കുന്നു. നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി തെരുവിൽ നീതി നടപ്പിലാക്കാൻ ഇറങ്ങുന്നവർ ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന് മാരകമായ മുറിവേൽപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇതൊന്നും അവരറിയുന്നില്ലല്ലോ. വാക്കുകൾ പോലും ആക്രമിക്കപ്പെടാനുള്ള കാരണമാകുന്ന ഒരിടത്ത് ജനാധിപത്യം ശ്വാസം മുട്ടുന്നു. ബീഫ് എന്ന വാക്ക് ഉച്ചരിച്ചാൽ പോലും ശാരീരികമായി നേരിടാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറാകുന്നത് അവർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയമായ അപ്രമാദിത്വത്തിന്റെ ഫലമല്ലാതെ മറ്റെന്താണ്? ഇത് ആ യുവാവിന് നേരെ നടന്ന ആക്രമണം മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയോടുള്ള യുദ്ധ പ്രഖ്യാപനമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ ഭരണകൂടം സ്വീകരിക്കുന്ന മൗനവും ആക്രമികൾക്ക് ലഭിക്കുന്ന നിയമപരമായ ഇളവുകളും വരാനിരിക്കുന്ന വലിയ അപകടത്തിന്റെ സൂചന തന്നെയാണ്. ഭയമില്ലാതെ സംസാരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യം എങ്ങനെയാണ് ലോകത്തിന് മാതൃകയാകുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ യുവാവ് ആക്രമിക്കപ്പെടുന്ന ആദ്യത്തെ ഒരാളല്ല, ഒടുവിലത്തെ ആളാകാൻ സാധ്യതയുമില്ല എന്ന നമ്മുടെ നിരീക്ഷണം ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തകർ പങ്കുവെക്കുന്ന വലിയ ആശങ്ക തന്നെയാണ്. വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകി അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ശക്തികൾക്കെതിരെ ജനാധിപത്യ ബോധമുള്ള ജനത ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്നത് ഇവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യത്വം മരവിക്കാത്ത ഒരു സമൂഹത്തിന് മാത്രമേ ഇത്തരം കിരാത നടപടികളെ ഇനി പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയവും നിയമപരവും സാമൂഹികവുമായ തലങ്ങളിൽ ഒരേ സമയം പ്രതിരോധം തീർക്കുകയാണ് ഇതിനുള്ള ശാശ്വതമായ പ്രതിവിധി. ഒന്നാമതായി, രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ട ആക്രമണങ്ങളെ നേരിടാൻ സുപ്രീം കോടതിയിൽ നിർദ്ദേശിച്ച പ്രകാരം പ്രത്യേകവും അതുപോലെ തന്നെ ശക്തവുമായിട്ടുള്ള കേന്ദ്ര നിയമങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട്. അത് നടപ്പിലാക്കാൻ BJP തയ്യാറാകില്ലല്ലോ അല്ലെ? ഇത്തരം ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേഗത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ നിയമവ്യവസ്ഥയെ ഭയമില്ലാത്ത അക്രമികളെ നിലക്കി നിർത്താൻ കഴിയുകയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ വർഗീയമായ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഭരണാധികാരികളെയും നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും വേണം. ഭരണകൂടം നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയും ഇരകൾക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യുമ്പോഴാണ് ഭരണഘടനയോടുള്ള ജനങ്ങളുടെ വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെടുന്നത് പോലും. രാഷ്ട്രീയമായ ഒരു മാറ്റവും ഇവിടെ അനിവാര്യമാണ്. വിദ്വേഷത്തെയും ഭിന്നിപ്പിനെയും ഇന്ധനമാക്കി അധികാരം നിലനിർത്തുന്ന രാഷ്ട്രീയ നയങ്ങളെ ജനങ്ങൾ വോട്ടിലൂടെ തന്നെ തിരസ്കരിക്കണം. ഇന്ത്യയുടെ ബഹുസ്വരതയെയും മതേതരത്വത്തെയും തകർക്കുന്ന ഒരു വിഭാഗീയ ശക്തികൾക്കെതിരെ മതേതര ജനാധിപത്യ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മനുഷ്യരെ തമ്മിൽ കൂട്ടിയിണക്കുന്ന സൗഹൃദ വേദികളും മതസൗഹാർദ്ദ ചർച്ചകളും സജീവമാക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിനോ വിശ്വാസത്തിനോ അപ്പുറം മനുഷ്യത്വത്തിനാണ് വില എന്ന ബോധ്യം പുതിയ തലമുറയിൽ വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളും മുൻകൈ സ്വീകരിക്കുക തന്നെ വേണം. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പൊതുസമൂഹത്തിന്റെ മൗനം വെടിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് തങ്ങളെ ബാധിക്കില്ല എന്ന മനോഭാവം ഉപേക്ഷിച്ച് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടു വരിക തന്നെ വേണം. മാധ്യമങ്ങളാകട്ടെ രാഷ്ട്രീയ യജമാനന്മാരുടെ നാവായി മാറാതെ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ആൾക്കൂട്ട നീതി നടപ്പിലാക്കുന്നവർക്കെതിരെയും വിദ്വേഷ പ്രചാരകർക്കെതിരെയും സൈബർ ഇടങ്ങളിലും പൊതു ഇടങ്ങളിലും ജാഗ്രത പുലർത്തണം. സ്നേഹവും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുക എന്നത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ജനാധിപത്യപരമായ പോരാട്ടങ്ങളിലൂടെ മാത്രമേ അന്ധകാരത്തിൽ നിന്ന് ഇന്ത്യയെ ഇനി വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.